നമ്മൾ ഇന്നലെയും കൂടി ലൈവ് കണ്ടപ്പോ പറഞ്ഞതായിരുന്നു ഫോട്ടോ ആൽബംസിനെ പറ്റി. ഇന്ന് ടോപ്പ് 5 കണ്ടസ്റ്റൻസിന് ലാലേട്ടൻ ഒരു ഫോട്ടോ ആൽബം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു, ഒരു ഓർമ്മയ്ക്കായിട്ട്. ജിൻഡോയോട് ചോദിക്കുന്നുണ്ടായിരുന്നു മ്യൂസിയത്തിൽ നിന്നും ഏത് ഫോട്ടോയാണ് വേണ്ടത് എന്നിങ്ങനെ. മറ്റേ ഫ്ലൂട്ടിന്റെ ഫോട്ടോ മതിയെന്ന് ജിൻഡോ പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണഭക്തനായി മാറിയോ, ഓടക്കുഴലിനോടൊക്കെ ഇത്ര താല്പര്യം? ജിൻഡോ ചിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ ആ ഒരു സംഭവം എത്തിക്കുന്നത്. കസ്റ്റം മെയ്ഡ് ഫോട്ടോ ആൽബംസ് ആണെന്നാണ് പറഞ്ഞത്. കൊള്ളാം കേട്ടോ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കഴിഞ്ഞിട്ടായിരുന്നു എല്ലാ സീസണിന്റെയും ഗ്രാൻഡ് ഫിനാലയിലുള്ള നോബിയണ്ണൻ ആൻഡ് ടീമിന്റെ ഒരു കലാപരിപാടി. കോമഡി സ്കിറ്റ് എന്ന് ഞാൻ വിളിക്കുന്നില്ല, സ്റ്റാൻഡപ്പ് ആയിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലി സാധിച്ചു. അതിൽ തന്നെ റോക്കിയൊക്കെ പുച്ഛിച്ച് വിടുന്നുണ്ട് നമ്മുടെ കുട്ടിയാക്കില്ല. ഞാൻ 77 ദിവസം നിന്നതാണ് ഹൗസിനകത്ത്. എന്റെ വാട്ടർ ബോട്ടിൽ ആൾക്കാർ 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ആക്കുന്നുണ്ട്. പിന്നെ രതീഷിനെ ട്രോളുന്നുണ്ട്, മറ്റേ പാട്ടൊക്കെ പഠിക്കുക ഋതുമ്പിൽ കാത്തിരുന്ന പൈതല്ലേ, എന്നിട്ട് ഇപ്പൊ അയാൾ എവിടെ ഉണ്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ ചായയിൽ തുമ്മിയ സീനൊക്കെ എടുത്ത് വെച്ചിട്ട് റെനീഷ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ റെനീഷയുടെ തുമ്മൽ സൗണ്ട് ഒക്കെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അതും വൈറലായ ഒരു തുമ്മലായിരുന്നല്ലോ സീസൺ 5. ഞാൻ പക്ഷെ ചായയിലല്ലല്ലോ തുമ്മിയത് എന്നൊക്കെ റെനീഷ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു രീതിയിലും വെറുപ്പിക്കാതെ നീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തെടുത്തൊരു കിടിലൻ സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നു നമ്മുടെ കുട്ടിയാക്കിൽ ആൻഡ് നോബി ടീം വക. ഞാൻ ചിരിച്ചു കേട്ടോ, നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല. ഏതായാലും പോയി ബാക്കി ഗ്രാൻഡ് ഫിനാലെ കാണട്ടെ. കൂടുതൽ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.